കെ.സി. വേണുഗോപാൽ പാർലമെൻറ്റിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ദേവസ്വം ബോർഡുകളിൽ ഹിന്ദുക്കളല്ലാത്തവരെ ഉൾപ്പെടുത്താൻ കഴിയുമോ, ഉൾപ്പെടുത്താൻ തയ്യാറാകുമോ, അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയാൽ അംഗീകരിക്കുമോ? ഇത് ചോദിക്കുന്നത് വഖഫ് നിയമത്തിൽ കേന്ദ്രം കൊണ്ടുവരുന്ന പരിഷ്കരണങ്ങളുടെ ഭാഗമായി നോൺ മുസ്ലിംസിനെ ഇതിൻ്റെ കമ്മിറ്റികളിൽ ഉൾപ്പെടുത്താം, CEO വരെ ആക്കണം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെക്കുമ്പോഴാണ് കെ.സി. വേണുഗോപാലിൻ്റെ ചോദ്യം. ഇത് പെട്ടെന്ന് തോന്നിയാൽ ശരിയാണെന്ന് തോന്നും. കെ.സി. വേണുഗോപാൽ പക്ഷേ ഒരു പച്ചക്കള്ളം പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. TG എന്ത് പറയുന്നു? എന്താണ് കള്ളം? കാരണം ഞാൻ മനസ്സിലാക്കിയത് ദേവസ്വം ബോർഡിൻ്റെ സ്വത്തുക്കൾ എന്ന് പറയുന്നത് ദേവസ്വത്തിൻ്റെ സ്വത്തുക്കൾ സർക്കാർ ഏറ്റെടുത്താണ്. വഖഫിൻ്റെ അങ്ങനെയല്ല. വഖഫ് നിയമത്തിലെ 3-ാം വകുപ്പ് പ്രകാരം ഞാൻ വായിച്ച് മനസ്സിലാക്കിയത്, ഒരു വഖഫ് പറയുകയാണ് ഈ പ്രോപ്പർട്ടി വഖഫിൻ്റെതാണെന്ന് തോന്നിയാൽ മതി, വഖഫിൻ്റെ ആവും. അതിനെ ചോദ്യം ചെയ്യാൻ ഒരു കോടതിയിലും പോകാൻ പറ്റില്ല. അങ്ങനെ വഖഫ് ഏറ്റെടുക്കുന്ന പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ, സ്വത്തുവകകൾ എന്ന് പറഞ്ഞാൽ മുസ്ലിംസിൻ്റെ മാത്രമായിരിക്കണമെന്നില്ല. അപ്പോൾ അമുസ്ലിമുകളുടെ സ്വത്തുവകകളിലൂടെ ഏറ്റെടുത്തിട്ട് വഖഫ് അത് വിട്ടുകൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിൽ ഒരു അനീതിയുണ്ട്. ഇത് മറച്ചു വെച്ചിട്ട് ഹിന്ദുക്കളുടെ ദേവസ്വം ബോർഡ് പോലെയാണ് വഖഫും എന്ന് പറയാൻ കേരളത്തിൽ, ഇന്ത്യയിലെ ഹിന്ദുക്കളെ കബളിപ്പിക്കാൻ കെ.സി. വേണുഗോപാൽ ശ്രമിക്കുകയാണോ എന്നാണ് എൻ്റെ സംശയം. അല്ല, ആ സംശയം മാറ്റിവെക്കുക, മുഖവിലയ്ക്ക് എടുക്കുക. ഈ വഖഫ് ബോർഡ്, ദേവസ്വം ബോർഡും വഖഫ് ബോർഡും ഒരുപോലെ ആയിക്കഴിഞ്ഞാൽ, അതിൻ്റെ സ്ട്രക്ചർ, നിയമം, വകുപ്പ്, ചട്ടം ഒക്കെ ഒരുപോലെ ആയിക്കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിൽ നിങ്ങൾക്ക് നോൺ ഹിന്ദുവിനെ വയ്ക്കാം. അത് സമ്മതമാണ്. അത് സമ്മതമാണെങ്കിൽ ഇക്കാര്യത്തിൽ എനിക്ക് വിരോധമൊന്നുമില്ല. ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്ത് അഹിന്ദുക്കൾ കൂടെ വരുന്നതിൽ എനിക്ക് യാതൊരു വിരോധവുമില്ല, പ്രൊവൈഡഡ് ദേവസ്വം ബോർഡ് സമം വഖഫ് ബോർഡ് ആയിരിക്കണം. വഖഫ് ബോർഡിൻ്റെ അതേ ആക്ട്, വഖഫ് എന്നുള്ള പേര് മാറ്റി ദേവസ്വം എന്ന് ചേർത്തിട്ട് ആ ആക്ട് നടപ്പിലാക്കണം. അതിന് വേണുഗോപാൽ തയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ എഗ്രീഡ്. എല്ലാ മതങ്ങൾക്കും ഒരേ നിയമമായിരിക്കണ്ടേ? അതാണല്ലോ സെക്യുലറിസം. ഞാനതാ പറയുന്നത്. നിങ്ങൾ ഈ വഖഫ് ആക്ട് എടുക്കുക, വഖഫ് എന്നുള്ള വാക്ക് എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ദേവസ്വം എന്ന് ചേർക്കുക, എന്നിട്ട് ആ ആക്ട് പാസ്സാക്കുക. ഇതാണ് ദേവസ്വം ബോർഡ്, ഇതാണ് വഖഫ് ബോർഡ്. ഇങ്ങനെ ചെയ്യാമെങ്കിൽ ഏത് പൂച്ചക്കാളിയെയും നിങ്ങളതിൻ്റെ തലപ്പത്തിരുത്തിക്കോ, എനിക്ക് വിരോധമില്ല. അല്ല, എനിക്ക് വിരോധമില്ല. എൻ്റെ ഒരു സംശയം ഉണ്ടല്ലോ, എനിക്കിതേക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം. ഒരുപാട് ഡീപ്പായിട്ട് അറിയില്ല, കുറച്ച് കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് എനിക്ക് കൃത്യമായി ബോധ്യമുണ്ട്. പക്ഷേ എൻ്റെ പല ഹിന്ദു സുഹൃത്തുക്കളും, അടിപൊളിയായിട്ട് പാടെ ഹിന്ദു സുഹൃത്തുക്കളും ചോദിക്കുന്നു, ഈ ബോധി ചെയ്യുന്നത് ശരിയല്ലല്ലോ. കാരണം മുസ്ലിങ്ങളെ ഇങ്ങനെ വേട്ടയാടുകയല്ലേ, മുസ്ലിങ്ങളുടെ വഖഫ് ബോർഡിൽ മുസ്ലിങ്ങളെ വെക്കണം എന്ന് പറയുന്നത് മര്യാദകേടല്ലേ? നമ്മൾ ഹിന്ദുക്കൾ ഇതിനെ കൂട്ടില്ല. അവർക്ക് ഇത് അറിഞ്ഞുകൂടാനായിട്ടാണ്. അതെ, വഖഫ് ആക്ട് എന്താണെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാനായിട്ടാണ്. വഖഫ് എന്ന് പറയുന്നതിന് മുസ്ലിം എന്ന് അർത്ഥമില്ല. മുസ്ലിം പള്ളികളെ സംബന്ധിച്ച ഒരു ആക്റ്റല്ല അത്. വഖഫ് സ്വത്തുകൾ വേറെയാണ്, പള്ളി വേറെയാണ്. ഇപ്പോൾ നമ്മുടെ ഒരു സാധാരണ മുസ്ലിം പള്ളി, അതിന് വഖഫുമായിട്ട് എന്താ ബന്ധം? വഖഫിന് യാതൊരു ബന്ധവുമില്ല. ആ പള്ളിയിലൊരു ഡിസ്പ്യൂട്ടോ ബഹളമോ അടിയോ നടന്നു കഴിഞ്ഞാൽ, മഹല്ല് കമ്മിറ്റികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉന്തുത്തള്ളുകയായി പ്രശ്നമായി കഴിഞ്ഞാൽ വഖഫിന് ഒരു നോട്ടീസ് പോകും. ക്രിമിനൽ കേസാണെങ്കിലും സിവിൽ കേസാണെങ്കിലും വഖഫിനൊരു നോട്ടീസ് പോകും, അവരുടെ അഭിപ്രായമൊക്കെ ചോദിക്കും. ഇതല്ലാതെ സാധാരണ മുസ്ലിം പള്ളിയിൽ വഖഫ് ബോർഡിനൊരു കാര്യമില്ല. വഖഫിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി അവിടെ കയറി ചെന്ന കവളമടലിനടിക്കുക വരും, നീ ആരുടെ ഇത് കയറാനും ചോദിച്ചുകൊണ്ട്. വഖഫ് എന്ന് പറയുന്നത് ഈ മുസ്ലിങ്ങൾ, ശരിയായ അർത്ഥം കേട്ടോ, മുസ്ലിങ്ങൾ അവരുടെ സ്വത്തിൻ്റെ ഒരു പങ്ക് അള്ളാഹുവിന് ദാനം ചെയ്യുന്നു. ആരാണ് ഈ അള്ളാഹു? ഹിന്ദുക്കൾ ദൈവത്തിന് കൊടുക്കുന്നു, ഗുരുവായൂരപ്പന് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ അവിടെ ഉണ്ട്. ഗുരുവായൂരപ്പൻ ഒരു ലീഗൽ എൻറ്റിറ്റിയാണ്, പെർപ്പച്വൽ മൈനറാണ്. അതുകൊണ്ട് ഗുരുവായൂരപ്പനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് വടയാർ സുനിലിന് കേസിന് പോവാം. കാരണം മൈനറാണ്, മൈനർക്ക് വേണ്ടി മൈനറുടെ അടുപ്പക്കാരൻ, ഭക്തൻ, ഡിവോട്ടി, അങ്ങനെ കേസിന് പോകുന്നു. ഇതാണ് ലീഗൽ സ്റ്റാറ്റസ്. ബട്ട് ഇസ്ലാമിൽ ആരാ അള്ളാഹു? അള്ളാഹു പെർപ്പച്വൽ മൈനറാണോ? അല്ല. അള്ളാഹുവിന് ഒരു മൂർത്തിയുണ്ടോ? ഇല്ല, ഒന്നുമില്ല. മൂർത്തി പാടില്ല. ഇതാണ് അവരുടെ പ്രിൻസിപ്പിൾ.
അപ്പോൾ പിന്നെ ഈ ദൈവത്തിന് കൊടുത്തു എന്ന് പറയുന്ന ഭൂമി ഏതെങ്കിലും ഒരു ദൈവം കൈപ്പറ്റണ്ടേ? അല്ലാഹു ഇങ്ങനെ ഓംനി പ്രസൻറ്റ് ഓംനി പൊട്ടൻ്റ് എന്ന് പറയും. ഓംനി പ്രസൻറ്റ് ഓംനി പൊട്ടൻ്റായ ഒരു ശക്തിയെ ഈ ഭൂമിയെ ഏൽപ്പിക്കാൻ പറ്റില്ല. ഭൂമി എന്ന് പറയുന്നത് സിവിൽ പ്രൊസീജിയർ കോഡ്, അതിൻ്റെ തർക്കം, അതിൽ ഇതൊക്കെ വരുന്ന നമ്മളുടെ ഭൗതിക ജീവിതത്തിലെ ഒരു വസ്തുവാണ് ഭൂമി. അപ്പോൾ ഈ ഭൂമിയുടെ ഉടമസ്ഥനായിട്ട് വഖഫ് ബോർഡിനെ വെച്ചു. ഇതാണ് വഖഫ് ബോർഡ്. അപ്പോൾ ഇത്തരം ഭൂമി പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഔറംഗസീബ് ഭരിച്ചിരുന്ന കാലത്ത്, ഷാജഹാൻ ഭരിച്ചിരുന്ന കാലത്ത് ഇവന്മാരൊക്കെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഝാൻസി മുതൽ ഗ്വാളിയർ വരെയുള്ളത് വഖഫായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു, ദൈവത്തിന് അങ്ങ് കൊടുത്തു. ഇപ്പോൾ ഇവർ ഝാൻസി മുതൽ ഗ്വാളിയർ വരെയുള്ള സ്ഥലം ഇവിടെയാണെന്ന് ക്ലെയിം ചെയ്യാൻ തുടങ്ങി. നമ്മളുടെ പാർലമെൻറ്റ് സെൻട്രൽ വിസ്റ്റ ഇരിക്കുന്ന സ്ഥലം അത് വഖഫാണെന്ന് അവർ ക്ലെയിം ചെയ്യുന്നു. ഏകദേശം ഡൽഹിയുടെ 4/3 ഭാഗം വഖഫാണെന്ന് ക്ലെയിം ചെയ്യുന്നു. കൃഷ്ണ ജന്മഭൂമി വഖഫാണെന്ന് ക്ലെയിം ചെയ്യുന്നു. വാരാണസിയിലെ ജാൻവാപി മോസ്ക് അതിരിക്കുന്ന സ്ഥലം വഖഫാണെന്ന് ക്ലെയിം ചെയ്യുന്നു. തമിഴ്നാട്ടിലെ തിരുച്ചെന്തുറൈ എന്ന് പറഞ്ഞൊരു ഫുൾ ഗ്രാമം 1500 വർഷം പഴക്കമുള്ള ക്ഷേത്രമടക്കം വഖഫാണെന്ന് ഡിക്ലെയർ ചെയ്യുന്നു. ഇവിടെ ചെറായിൽ ഒരു പള്ളിയും 400 വീടിരിക്കുന്ന സ്ഥലം വഖഫാണെന്ന് ഡിക്ലെയർ ചെയ്യുന്നു. വഖഫ് ബോർഡിൽ സംഭവിക്കുന്നത്, ഞാനും സുനിലും ഒക്കെ കൂടി കഴിയുമ്പോൾ എറണാകുളത്തെ കണ്ണായ സ്ഥലം മറൈൻ ഡ്രൈവ് അത് വഖഫാണെന്ന് സെക്ഷൻ 5 അനുസരിച്ച് നമ്മളങ്ങ് ഡിക്ലെയർ ചെയ്യുന്നു. ഡിക്ലെയർ ചെയ്തിട്ട് പിന്നെ മറൈൻ ഡ്രൈവിൽ എവിക്ഷൻ നോട്ടീസ് കൊടുക്കുകയാണ്. അവിടെ എന്തെങ്കിലും ടെമ്പററി കടയോ സംഗതിയോ ഒക്കെ എവിക്ഷൻ നോട്ടീസ് കൊടുക്കുക, ഇറങ്ങിപ്പോടാ വിടുന്നു. അവർക്കാകെ ഒരു സിവിൽ കോടതിക്ക് അധികാരങ്ങളില്ല. അതെ, അവർക്കാകെ മാർഗം വഖഫ് ട്രിബ്യൂണലിൽ പോവുക. ട്രിബ്യൂണൽ അവിടെ കിടക്കും. ട്രിബ്യൂണൽ തന്നെ വഖഫ് ബോർഡിൻ്റെ ഒരു ട്രിബ്യൂണലിൽ പോയാൽ പോലും പ്രോപ്പർട്ടി എൻ്റെയാണ് തെളിയിക്കേണ്ട ബാധ്യത എൻ്റെയാണ്. അതെ, വഖഫിന് യാതൊരു ബാധ്യതയില്ല. വഖഫിൽ വെറുതെ നോട്ടീസ് അയച്ചാൽ മതി. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് മധ്യപ്രദേശിലെ ബുർഹാൻപൂർ കോട്ട, ജബൽപൂർ ഹൈക്കോടതിയിലാണ് കേസ് വന്നത്. അലുവാലിയ, അത് ആ കോടതി പ്രൊസീഡിങ്സ് വീഡിയോ, ഇപ്പോൾ കോടതി പ്രൊസീഡിങ്സ് എല്ലാം യൂട്യൂബിൽ ലൈവ് ചെയ്യില്ല. അതിൽ ഈ ജസ്റ്റിസ് അലുവാലിയ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ സെക്ഷൻ 5 അനുസരിച്ചൊരു നോട്ടീസ് കൊടുത്ത് ഒരു സ്ഥലം നിങ്ങൾക്ക് എങ്ങനെ ഏറ്റെടുക്കാൻ പറ്റും? നിങ്ങൾക്ക് തോന്നിയ വസ്തു നിങ്ങളുടെയാണ്, നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആകുമോ? വക്കീലിന് മറുപടിയില്ല. വക്കീൽ ബബ്ബ അടിക്കുന്നു. ബബ്ബ പോലും പറയുന്നില്ല, മിണ്ടാതെ നിൽക്കുകയാണ്. ഇദ്ദേഹം പറഞ്ഞ് എൻ്റെ ചോദ്യത്തിന് മറുപടി പറയണം. നിങ്ങളൊരു നോട്ടിഫിക്കേഷൻ ഇറങ്ങി കഴിഞ്ഞാൽ വസ്തു നിങ്ങളുടെ ആകുമോ? ബാക്കി ഈ നാട്ടിൽ ആർക്കും ഉടമസ്ഥയൊന്നുമില്ല വസ്തു. നിങ്ങളൊരു കാര്യം ചെയ്യും, പൂരാ ഹിന്ദുസ്ഥാനിലേലോ. അതെ, ഇങ്ങനെ പീസായിട്ട് നോട്ടിഫിക്കേഷൻ ഇറക്കാൻ നിൽക്കേണ്ട. ഒറ്റ നോട്ടിഫിക്കേഷൻ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ, കച്ച് മുതൽ കാമരൂപ് വരെ വഖഫിൻ്റെ സ്ഥലമാണെന്ന് പറയും. നോട്ടിഫിക്കേഷൻ ഇറക്കിയോ, കഴിഞ്ഞ് പ്രശ്നം കഴിഞ്ഞില്ലേ? പിന്നെ നിങ്ങളായി തമ്പുരാൻ, ബാക്കിയുള്ളവരൊക്കെ നിങ്ങളെ ആശ്രയിക്കുന്നു. ഇത് എന്ത് പരിപാടിയാണെന്ന് ഡീറ്റെയിലായിട്ട് പുള്ളി ജഡ്ജ്മെൻ്റ് എഴുതി. ഈ ബോഷ്കിന് കൂട്ടു നിൽക്കാൻ പറ്റില്ല. ഇത് മര്യാദയ്ക്ക് ആർക്കിയോളജിക്കൽ സർവേയുടെ കയ്യിലാണ് ഇരിക്കുന്നത്, അവർ തന്നെ അത് ഭരിക്കും. ആർക്കിയോളജിക്കൽ സർവേക്ക് എവിക്ഷൻ നോട്ടീസും കൂടെ കൊടുത്തിട്ട് അവർ ഇറങ്ങിപ്പോണം എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തത് ആർക്കിയോളജിക്കൽ സർവേയാണ് കോടതിയിൽ വരുന്നത്, വഖഫ് ബോർഡല്ല. ഇപ്പം എൻ്റെ വസ്തു സുനിലിൻ്റെ ഇരിക്കുകയാണെന്ന് വെച്ചോ, ഞാനാണ് കേസിന് പോകേണ്ടത്, സുനിൽ അത് കയ്യിൽ വെച്ചു എന്ന് പറഞ്ഞു. ഇതങ്ങനെയല്ല, ഇതെൻ്റെയാണെന്നും സുനിൽ ഇറങ്ങിപ്പോണമെന്ന് പറഞ്ഞ് ഞാൻ ഇഷ്യൂ ചെയ്തിട്ട് സുനിൽ കോടതിയിൽ പോകണമെന്നാണ്. ആർക്കിയോളജിക്കൽ സർവേയാണ് കോടതിയിൽ പോയി രക്ഷിക്കുന്നത്, ഞങ്ങളിവിടെ ഇറങ്ങിപ്പോകാൻ അവർ പറയുന്നു. ഇതാണ് അവസ്ഥ. അല്ല, ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയിൽ ഇതനുസരിച്ച് എൻ്റെ വീട് നാളെ വഖഫ് തീരുമാനിക്കുക, വഖഫിന് തോന്നുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തോന്നുകയാണ് അത് 100 വർഷം മുമ്പ് ഒരു മുസ്ലിമിൻ്റെ ആയിരുന്നു എന്ന് കണ്ടിട്ട് വഖഫ് നോട്ടിഫിക്കേഷൻ ഇറക്കിയാൽ എൻ്റെ വീട് പോയി. അങ്ങനെയാണ് വകുപ്പ്. അല്ല, ഇങ്ങനൊരു നിയമം നമ്മുടെ രാജ്യത്തുണ്ടായിട്ട് ഇക്കാലം അത്രയും ആളുകൾ അറിയാതിരുന്നത് എന്താ, പറയാതിരുന്നത് എന്താ? അതാണ് ഞാൻ ചോദിക്കുന്നത്. പറയാൻ പ്രയാസമുണ്ട്. 1954 വഖഫ് വരുന്നത്. അതിനു മുമ്പ് 1923 മുസൽമാൻ വഖഫ് ആക്ട് എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷ് സർക്കാർ ഒരു ആക്ട് പാസ്സാക്കിയിരുന്നു. അത് കുറച്ചുകൂടെ ഭേദഗതിയൊക്കെ വരുത്തിയിട്ട് 1954 പാസ്സാക്കി 55 മുതൽ അത് നടപ്പിലാക്കി. അത് കഴിഞ്ഞ് 1995 അത് കുറേ കൂടെ ഭേദപ്പെടുത്തി പാസ്സാക്കി. 2013 കൂടുതൽ അധികാരങ്ങൾ കൊടുത്ത് പാസ്സാക്കി. ആ പാസ്സാക്കിയത് BJP കൂടെ ചേർന്നിട്ടാണ്. 2013 മൻമോഹൻ സിംഗിന് ഭൂരിപക്ഷമില്ല, ഭരിക്കുന്നുണ്ട് പക്ഷെ ഭൂരിപക്ഷമില്ല.
ന്യൂനപക്ഷ സർക്കാരാണ്. അതിനു മുമ്പ് 2004 വന്ന മൻമോഹൻ സിംഗും ന്യൂനപക്ഷ സർക്കാരായിരുന്നു. പ്രതിപക്ഷം സൗകര്യം പോലെ ഭരണപക്ഷം പ്രതിപക്ഷം ഇങ്ങനെ മാറി ഒരു കക്ഷിയല്ലേ വേറൊരു കക്ഷി പുള്ളിയെ പിന്താങ്ങും, CPM പിൻവലിക്കും, അപ്പോൾ മുലായം സിംഗ് അത് സപ്പോർട്ട് ചെയ്യും. ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ 2013 ഈ BJPക്കാർ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടുന്ന വീഡിയോ ഇപ്പോഴും ലോക്സഭാ വെബ്സൈറ്റിൽ കിടപ്പുണ്ട്. നമ്മുടെ ഷാനവാസ് ഹുസൈൻ, മറ്റേ വേറൊരു മുസ്ലിം മന്ത്രി ഉണ്ടായിരുന്നില്ല, മുക്താർ അബ്ബാസ് നഖ്വി ഒക്കെ അന്യോന്യം കെട്ടിപ്പിടിക്കുന്നു. ഇങ്ങനത്തെ ഒരു ആക്ട് പറയില്ല എന്ന് പറഞ്ഞ് അന്ന് BJPക്കാർ ഈ ആക്ടിന് അനുകൂലമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരുപാട് ഹിന്ദു ഗ്രൂപ്പ്സ് ഇതിൽ പ്രൊട്ടക്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ കേസ് വന്നപ്പോഴാണ് വലിയ ബഹളവും സംഗതിയൊക്കെ നടക്കുന്നത്. അപ്പോഴാണ് BJPക്ക് അവർ ചെയ്ത ബന്ധം മനസ്സിലായത്. ഇപ്പോൾ മുസ്ലിം ഗ്രൂപ്പുകൾ പറയുന്നത് ഈ പറഞ്ഞ വഖഫ് ആക്ട് അത് ദൈവീകമാണ്, അതിൽ തൊടാൻ പാടില്ല, മതം അപകടത്തിലായി. ഇപ്പോൾ 95 ഭേദഗതി ചെയ്തപ്പോൾ മതം അപകടത്തിലായില്ല, 2013 അപകടത്തിലായില്ല. കാരണം അത് എനിക്ക് ഭൂമി കിട്ടാനുള്ള. അതെ അതെ. ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ ഇവരുടെ ഇടയിൽ നിന്ന് തന്നെ വലിയൊരു മദനി ഒരു സ്ഥാനപ്പേരും കൂടെയാണല്ലോ. അതെ. അങ്ങേര് പറയുന്നത് 3000 ഏക്കർ വസ്തു ഈ OICയുടെ ആൾക്കാരെ കൈവശപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്നാണ്. ഉടമസ്ഥരായിട്ടില്ല, കൈവശം ആക്കിയിരിക്കുന്നു തെലങ്കാനയിൽ. അതുകൊണ്ടാണ് OIC ഇതിനെതിരെ ബഹളം വയ്ക്കുന്നതെന്ന് മുസ്ലിങ്ങൾ തന്നെ പറയുന്നു. ഈ ആക്ടിന് കീഴിൽ ഇവർ സത്യം പറഞ്ഞാൽ ചെയ്തിരിക്കുന്നത് സ്വകാര്യ സ്വത്താക്കി മാറ്റി വഖഫാണെന്ന് പറഞ്ഞിട്ട് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൽ ശക്തൻ്റെ കൈവശത്തിലിരിക്കുന്നത്. അതിന് വാടക 10,000 രൂപ കിട്ടുമെന്ന് വെച്ചോ, 100 രൂപ വാടക. വഖഫാണല്ലോ, ദൈവത്തിൻ്റെ ഭൂമിയാണ്, നമ്മളങ്ങനെ ഇല്ലാത്ത വാടകയൊന്നും വാങ്ങാൻ പാടില്ല. 100 രൂപ വാടക റെക്കോർഡിൽ കാണിക്കും, ബാക്കി 9,900 രൂപ ഇയാളുടെ പോക്കറ്റിൽ പോകും. ഇതാണ് പരിപാടി. ഈ തട്ടിപ്പിൽ വമ്പൻ അഗ്രഗണ്യനാണ് OIC എന്ന് പറഞ്ഞിട്ടാണ് തെലങ്കാനയിലെ മുസ്ലിം ലീഡർഷിപ്പ് ഇറങ്ങിയിരിക്കുന്നത്. വലിയ പ്രശ്നമാണ്. ബട്ട് നെവർദലെസ് ഒരു കാര്യം ഞാൻ പറയാം, ഈ വഖഫ് ഭേദഗതി നിയമം പാസ്സാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പാസ്സാകുമെങ്കിൽ ഇന്നലെ ലോക്സഭയിൽ അത് ചർച്ച ചെയ്ത് പാസ്സാക്കാമായിരുന്നു. അത് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിട്ടു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് പാസ്സാക്കാൻ വലിയ ഉദ്ദേശമൊന്നുമില്ല എന്നാണ്. കേന്ദ്രത്തിന് ഇച്ഛാശക്തിയില്ല. ഇച്ഛാശക്തിയുടെ അല്ല, അത് ഇരിക്കട്ടെ വെറുതെ ഇങ്ങനെ. അതുകൊണ്ടാണ് ഈ കമ്മിറ്റിക്ക് വിടുന്നത്. ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് 31 അംഗ കമ്മിറ്റി രൂപീകരിച്ചു. അതിൽ 17 പേര് NDA, അതായത് പ്രകടമായ ഭൂരിപക്ഷം NDAയ്ക്കുണ്ട്. അത് JPC എല്ലാം അങ്ങനെയാണ്, ഭരണകക്ഷിക്ക് കൂടുതൽ അംഗങ്ങളുണ്ടാവും. എന്നിട്ട് 1 മാസത്തിനുള്ളിൽ ഇതിൻ്റെ റിപ്പോർട്ട് തരണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 1 മാസത്തിനുള്ളിൽ ഈ JPC റിപ്പോർട്ട് തരില്ല. യു കനോട്ട് കമ്പൽ ദം കൊണ്ടുപോകാൻ റിപ്പോർട്ട് നിൽക്കുമ്പോൾ. നമ്മുടെ ഈ അന്വേഷണ കമ്മീഷനെ വയ്ക്കുമല്ലോ, കമ്മീഷൻ ഇടയ്ക്കിടയ്ക്ക് 6 മാസം കൂട്ടിച്ചോദിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അങ്ങനെയാണ് കമ്മീഷൻ നീണ്ടു പോകുന്നത്. ഇതുപോലെ JPC നീണ്ടുപോകും. അതവിടെ കിടക്കും. കുറച്ച് കഴിയുമ്പോൾ വേറെ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇന്ത്യയിലെ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, സിഖുകാർ, ജൈനർ, ബുദ്ധമതക്കാർ തുടങ്ങിയ എല്ലാ ആളുകളെയും ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. അലുവാലിയ ചോദിച്ച പോലെ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയാൽ ഇന്ത്യ മുഴുവൻ ഇസ്ലാമിക രാജ്യമാക്കാൻ പറ്റും. അത് മോദി പാസ്സാക്കില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? നിങ്ങൾക്ക് ഇതിൽ ഒരു പൊതു താല്പര്യം എന്ന് പറഞ്ഞ ഒരു ഹർജിയുമായിട്ട് കോടതിയെ സമീപിക്കാൻ പറ്റില്ല. വേണ്ട, പാർലമെന്റ് സ്വകാര്യ ഹർജി പാർലമെൻറ്റ് ചെയ്യില്ല. അതെന്തുകൊണ്ടാണ് ചോദിച്ചു? അത് ഞാൻ പറഞ്ഞത് ചെയ്യാൻ അവർക്ക് ഉദ്ദേശിച്ചില്ല. അല്ലെങ്കിൽ ഈ JPCക്ക് വേണ്ട കാര്യം എന്താ? ഒരു ബില്ല് അവതരിപ്പിച്ചു, അത് ഡിസ്കസ് ചെയ്യുക, അത് പാസ്സാക്കുക, അല്ലെങ്കിൽ തോറ്റു പോവുക. രണ്ടിലൊന്നും സംബന്ധിച്ച് മോദിയുടെയും BJPയുടെയും ഇൻറ്റഗ്രിറ്റിയെ സംശയിക്കണോ? ഞാൻ 2013 എന്തിനാണ് ഇവർ ഈ ബില്ലിനെ പിന്തുണച്ചത്? ഈ സാധനത്തെ പിന്തുണച്ച് ഇതേ ടീമല്ലേ? അന്നറിയില്ലായിരുന്നു ഇതൊക്കെ സംഭവിക്കുമെന്ന്. അതിനുശേഷം ആൾക്കാർ എത്ര നിലവിളിച്ചു, എന്തെല്ലാം ബഹളമൊക്കെ നടന്നു. 10 കൊല്ലം നിങ്ങൾ അധികാരത്തിലിരുന്നു, നിങ്ങൾ തൊട്ടോ ഇതിൽ. ഇപ്പം ഞാൻ ഇൻറ്റഗ്രിറ്റിയെ സംശയിക്കുന്നത് ഈ JPCക്ക് വിട്ടുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനൊരു BJP മനുഷ്യനാണ്. ഇറ്റ് ഈസ് നോൺ ടു എവരിബഡി. ആവുന്നത്ര സംശയത്തിൻ്റെ ആനുകൂല്യം നരേന്ദ്രമോദിക്ക് കൊടുക്കുന്നവനാണ്. പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ എനിക്കത് കൊടുക്കാൻ സാധ്യമല്ല. ഇത് ഈ JPCക്ക് വിടേണ്ട ആവശ്യം എന്താ? 2 സഭയിലും ഭൂരിപക്ഷമുണ്ട് പാസ്സാക്കാൻ. ഈ ഭൂരിപക്ഷം ഇല്ലാതെ അത് തോറ്റു പോവുകയാണെങ്കിൽ ഐ ഹാവ് നോ പ്രോബ്ലം. വി ട്രൈഡ് അവർ ലെവൽ ബെസ്റ്റ്, വി ഡിഡ് നോട്ട് ഗെറ്റ് മെജോറിറ്റി, വാട്ട് ടു ഡു, വി ഫെയിൽഡ്. അത് മനസ്സിലാക്കാം. ഇതങ്ങനെയല്ല. യു ആർ സെൻഡിങ് ഇറ്റ് ടു എ കമ്മിറ്റി വിച്ച് ഈസ് ഗോയിങ് ടു ഗെറ്റ് ഡിലേഡ്.
ഇപ്പോൾ ഭരണപക്ഷം പറയുന്നത് ഒരു മാസത്തിനകം റിപ്പോർട്ട് തരണം. ഒരു മാസത്തിനകം നടക്കില്ല സുനിൽ. കാരണം തെളിവെടുപ്പ് എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് JPC-യുടെ. അവർ വടയാർ സുനിലിനെ വിളിച്ചു വരുത്തും, മോഹൻദാസിനെ വിളിച്ചു വരുത്തും, തോന്നി അത് ആൾക്കാർക്ക് നോട്ടീസ് അയക്കും. പിന്നെ താല്പര്യ കക്ഷികൾ അങ്ങോട്ട് ചെന്ന് കൊടുക്കും. ഇതിലെല്ലാം വരാൻ പോകുന്നത് എന്താ? മുസ്ലിം സംഘടനകളാണ് പോയിട്ട് ഇത് പാടില്ല എന്ന് വാദിക്കാൻ പോകുന്നത്. ഇപ്പുറത്തുനിന്ന് ഇത് വേണം എന്ന് പറഞ്ഞ് വാദിക്കാൻ ആരെയും കിട്ടില്ല. കാരണം ഇയാളുടെ ലോക്കൽ സ്റ്റാൻഡ് തന്നെ പ്രൂവ് ചെയ്യാൻ പറ്റില്ല. കമ്മിറ്റിക്ക് മുമ്പിൽ പോകുന്നു ഞാൻ. കമ്മിറ്റി ആദ്യം ചോദിക്കുന്നു, എന്താ പേര്? മോഹൻദാസ്. നിങ്ങളുടെ ഭൂമി വല്ലതും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? വഖഫ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടോ? ഇല്ല. പിന്നെന്താ നിങ്ങൾക്ക്? ഈ സെക്ഷൻ 3 and 5 പ്രകാരം കൊണ്ടുപോകാം. സെക്ഷൻ 3-5 പ്രകാരം കൊണ്ടുപോകാൻ ആൻറ്റിസിപ്പേറ്ററി അല്ലേ? കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്നുള്ളതല്ലേ? അല്ലെ? അത് എക്കാലം ആ ഭയത്തിൽ എനിക്ക് കഴിയണ്ടേ? അല്ല, നിങ്ങൾ വെറുതെ ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ മുമ്പിൽ ടാഞ്ചിബിൾ ആയിട്ട് ഒരു പ്രശ്നമില്ല. പൊക്കോ അടുത്ത ആൾ വാ. നിങ്ങൾക്ക് എന്താ പേടി? ഈ പേടി, ആശങ്ക എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ്റെ വൈകാരികമായൊരു അവസ്ഥയാണ്. ഇതൊന്നും ലീഗൽ കാര്യമല്ല. പ്രിസംഷൻ വെച്ച് ഏതെങ്കിലും ഒരു കോടതി ജഡ്ജ്മെൻറ്റ് തരുമോ? ഈ സർക്കാർ എന്നെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് എനിക്ക് മുൻകൂർ ജാമ്യം വേണമെന്ന് പറഞ്ഞ് എന്നാൽ കിട്ടുമോ? ഇല്ല. ഒരു FIR എങ്കിലും വേണം. ഇതുകൊണ്ട് ഇപ്പുറത്തുനിന്ന് ആൾക്കാരുണ്ടാവില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പുറത്തുനിന്ന് ആൾക്കാരുണ്ടാവില്ല. എണ്ണത്തിൽ പൊതുവേ ഹിന്ദുക്കൾ ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടുകയൊന്നുമില്ല. ഒരു കമ്മിറ്റിയുടെ മുമ്പിൽ പോകാനൊന്നും. കൂടുതലും വരുന്നത് മറ്റവരായിരിക്കും. പക്ഷെ മറ്റവർ കൂടുതൽ വന്നാൽ പോലും ഇവരെഴുതിത്തള്ളും. NDAക്ക് ഭൂരിപക്ഷം ഉണ്ട്. അതിനകത്ത് അനുകൂലമായ റിപ്പോർട്ടായിരിക്കും വരുന്നത്. അതിൽ കുറച്ച് ഭേദഗതികൾ അവരെങ്ങനെ പോയാലും സജസ്റ്റ് ചെയ്യും. ഭേദഗതി വരുത്താനുള്ള ക്ലോസസ് ഇവർ ഓൾറെഡി തന്നെ ഇതിനകത്ത് വെച്ചിട്ടുണ്ടാകും. ഞാൻ ജോലി ചെയ്യുമ്പോൾ ഞങ്ങൾ ഈ മേലധികാരി ഏത് കത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പുള്ളി കുറച്ച് വെട്ടും. അപ്പം ഞാനും എൻ്റെ കൂട്ടത്തിലുള്ള മറ്റ് എഞ്ചിനീയർമാരും ചെയ്യുന്നത് പുള്ളിക്ക് വെട്ടാനായിട്ടൊരു പാരഗ്രാഫ് എഴുതും. കറക്റ്റായിട്ട് പുള്ളി അത് വെട്ടും. വാട്ട് നോൺസെൻസ്, ഇതൊക്കെ എഴുതാമോ മോഹൻദാസ്? പുള്ളിക്കൊരു തൃപ്തിയായി. ഞങ്ങൾക്ക് അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറയുമ്പോൾ ഈ സാധനം ഫയലിലിട്ട് വയ്ക്കും. കാരണം ഈ മേലധികാരി നാളെ നമ്മളെ കൈയൊഴിയും. ഐ ഡിഡിൻ നോ, ആരാത്, ഹൂ കോളിയും നമ്മളെ വിളിച്ചിട്ട് ഭയങ്കര ഫയറിങ്. ആര് പറഞ്ഞു ഈ ലെറ്റർ അയക്കാൻ? സാറ് കണ്ട് സാറ് വെട്ടി ബാക്കിപ്പെട്ടതാണ്. ഒപ്പൊന്നുമില്ല പുള്ളി. പക്ഷെ പുള്ളിയുടെ മഷി കൊണ്ട് വെട്ടി അത് ഇതില്ലേ, തെളിവല്ലേ. അങ്ങനെ ഈ കീഴുദ്യോഗസ്ഥന്മാർ ഈ ജോലിയിലിരിക്കുന്ന കുറേയധികം സാമർഥ്യം വേണം. വെറുതെ അറിവ് മാത്രം പോരെ, അതിന് നിന്ന് പിഴയ്ക്കാനുള്ള സാമർഥ്യം വേണം. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ബില്ല് അവതരിപ്പിക്കുമ്പോൾ തന്നെ സർക്കാരിന് അറിയാം ഇത് ജോയിൻറ്റ് പാർലമെൻറ്റ് കമ്മിറ്റി. ജോയിൻറ്റ് പാർലമെൻറ്റിൽ നമുക്ക് ആരെ വയ്ക്കാം? ഗുപ്തയെ വയ്ക്കാം, ചൗധരിയെ വയ്ക്കാം, മറ്റേ ഖാൻവിൽക്കറുണ്ട് മഹാരാഷ്ട്രയിൽ, നല്ല ബ്രെയിനാണ്, അവനെ വയ്ക്കാം. അവരോട് ഈ 3 പേരെ വിളിച്ച് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് കമ്മിറ്റിയിൽ തള്ളിക്കളയാൻ പറ്റിയ 1-2 സജഷൻ പറഞ്ഞ് അതും കൂടെ ബില്ലിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരും. ഇന്ന സാധനങ്ങൾ കമ്മിറ്റി എടുത്തു കളയാൻ പറഞ്ഞു. സർക്കാർ പറയുന്നു ഓക്കെ, ജെന്യുവനാണ്, ഞങ്ങളത് എടുത്ത് കളയുന്നു, ബാക്കി ബില്ല് പാസ്സാക്കി തരണം. ഇതൊക്കെ നടക്കുന്ന നാടകങ്ങളാണ് ലോക്സഭയിൽ. ഇതിലും വലിയ കളി കളിച്ചവരാണ് ഇപ്പുറത്തിരിക്കുന്ന കോൺഗ്രസ്സുകാർ. അതുകൊണ്ടല്ലേ കോൺഗ്രസ്സുകാർ വലിയ ബഹളം വയ്ക്കുന്നത്. കാരണം അവർ കളിച്ച കളി അവരേക്കാൾ സ്മാർട്ടായിട്ട് ഇപ്പോൾ NDA കളിക്കുന്നു. കോൺഗ്രസിൻ്റെ ഏക പരാതി എന്താ? KC വേണുഗോപാലിൻ്റെ പരാതി ചുരണ്ടി അതിൻ്റെ കാമ്പെടുത്ത് നോക്ക്. പരാതി ഇതാണ്, ഞാൻ കളിച്ച കളി എന്നെ പൊട്ടനാക്കിക്കൊണ്ട് എൻ്റെ തലയ്ക്ക് മുകളിൽ കൂടെ BJP-ക്കാർ കളിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ പരാതി, വേറെ പരാതി ഒന്നുമില്ല. പക്ഷേ നമ്മുടെ ഈ രാജ്യത്തെ ഈ മുസ്ലിങ്ങളല്ലാത്തവർക്ക് തലയ്ക്ക് മുകളിൽ ഒരു വാള് പോലെ കിടക്കുകയാണ്. മുസ്ലിങ്ങൾക്ക് പരാതിയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഈ അവരുടെ തെലങ്കാനയിൽ അല്ല, അവരുടെ ഭൂമിയാണ്. ഈ ഞാൻ ഒരു ഡിവോട്ട് മുസ്ലിം എന്നുള്ള നിലയ്ക്ക് ഞാൻ എൻ്റെ ഒരു 40 സെൻറ്റ് സ്ഥലം ദൈവത്തിനെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇത് സമർത്ഥനായ വേറൊരു മുസ്ലിം അനുഭവിക്കുന്നു, അവിടെ തെങ്ങ് കയറുന്നു, അവൻ വീട്ടിൽ കൊണ്ടുപോകുന്നു. അത് അവർ തമ്മിലുള്ള പ്രശ്നം അല്ല. അവർ തമ്മിൽ ഇവിടുത്തെ വീട്ടിൽ കിടന്നുറങ്ങുന്ന ഞാൻ വേണം, എൻ്റെ പ്രോപ്പർട്ടി എടുത്തുകൊണ്ട് പോയാൽ ഈ മാക്സിമം പ്രോപ്പർട്ടി ഈ ഞാൻ ദാനം കൊടുത്ത ഭൂമി അത് വേറൊരുത്തൻ മുതലെടുക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന പ്രയാസമുണ്ടല്ലോ. സുനിലിൻ്റെ ഞാനതാ പറഞ്ഞ ആൻറ്റിസിപ്പേറ്ററി ഫിയറാണ്. എൻ്റെ ഭൂമി വേണമെങ്കിൽ അവർക്ക് എടുത്തുകൊണ്ട് പോകാം. എടുത്തുകൊണ്ട് പോയിട്ടൊന്നുമല്ല. ഇത് എൻ്റെത് എടുത്തുകൊണ്ട് പോയി, ഞാൻ ദൈവത്തിനാണെന്ന് പറഞ്ഞ് കൊടുത്തു, അതിൻ്റെ പശം കൊണ്ട് പാവങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ വിചാരിച്ചു. അവസാനം ഈ കൂട്ടത്തിൽ ഒരു കട്ടയൻ വന്നിട്ട് അവൻ തെങ്ങ് കയറി തേങ്ങായുമായിട്ട് പോകുന്നു, പാവങ്ങൾക്കും കൊടുക്കുന്നില്ല, ഒന്നുമില്ല. അവൻ്റെ വീട്ടിൽ
അവൻ വലിയ പണക്കാരനായിരിക്കുന്നു എൻ്റെ ചിലവ്. ഇതാണ് അവരുടെ പ്രയാസം. അവരും ഇവിടുത്തെ പൗരന്മാരായ സ്ഥിതിക്ക് അവരുടെയും കൂടെ താല്പര്യമാണ് സർക്കാർ ഈ ഭേദഗതിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഭേദഗതിയുടെ ഇൻറ്റൻഷനല്ല ഞാൻ ചോദ്യം ചെയ്യുന്നത്. പക്ഷേ ഇത് അവതരിപ്പിച്ച് കമ്മിറ്റിക്ക് വിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സംശയമായി. പക്ഷെ കെ സി വേണുഗോപാൽ ഈ ചോദ്യം ചോദിച്ചു, അതായത് ദേവസ്വം ബോർഡിൽ മുസ്ലിങ്ങളല്ലാത്തവരെ കൊണ്ടുവരുമെന്നുള്ള ചോദ്യത്തിന് ഉദ്ദേശം കൊണ്ടുവാ, നിങ്ങൾ ഇത്രയും കാലം കൊണ്ടുവരാൻ ഞാൻ എന്താ, നിങ്ങൾക്ക് കൊണ്ടുവരാമായിരുന്നു. ആകെ ഇതേ ഉള്ളൂ, വഖഫ് ആക്ട് അതുപോലെ ദേവസ്വം ആക്റ്റായിട്ട് മാറ്റുക. ഇപ്പോഴുള്ള 1950 പാസ്സാക്കിയ ട്രാവൻകൂർ റിലീജിയസ് ആക്ട് ഉണ്ടല്ലോ, ആ ആക്ട് റിപ്പീൽ ചെയ്യുക. അവിടെ ഈ വഖഫ് ആക്ട്, വഖഫിന് പകരം ദേവസ്വം ഒറ്റ വാക്ക് മാറ്റിയാൽ മതി. അല്ലെങ്കിൽ ഒരു ലൈൻ അതിൻ്റെ ഹെഡ്ലൈൻ്റെ കൂടെ എഴുതി ചേർത്താൽ മതി. ഇൻ ദിസ് ആക്ട് വേറെവർ വഖഫ് ഈസ് ദെയർ ഇറ്റ് ഷുഡ് ബി റീപ്ലേസ്ഡ് ബൈ ദ വേർഡ് ദേവസ്വം ആൻഡ് ദ ആക്ട് മേ ബി റെഡ് അക്കോർഡിംഗ്ലി എന്ന് പറഞ്ഞ് അങ്ങ് ഇറക്കിക്കോ. എന്നിട്ട് വെച്ചോ, നിങ്ങൾ ആരെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കാണട്ടെ. ഇങ്ങനൊരു കാര്യം കെ സി വേണുഗോപാൽ ആലോചിച്ച് പോലും കാണുക. പക്ഷേ എനിക്ക് ഇത് കേട്ടപ്പോൾ വലിയ നിരാശയുണ്ട്. പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതായത് യു ആർ എ പുവർ ഹിന്ദു. ഞാൻ ഇതുപോലത്തെ വാസ്തവത്തിൽ എന്നെപ്പോലെയാണ് മഹാഭൂരിപക്ഷം ഹിന്ദുക്കളും അങ്ങനെയാണ്. അവരെപ്പോഴും ഡിഫെൻസീവിലാണ്. അയ്യോ കെ സി വേണുഗോപാൽ പറഞ്ഞു, കെ സി വേണുഗോപാൽ പറഞ്ഞോട് അതല്ല, ഭയത്തിൻ്റെ ഒരു മഞ്ഞ് വന്നു വീണു ടി ജി പറഞ്ഞപ്പോൾ, കേന്ദ്ര സർക്കാർ ഇത് പാസ്സാക്കില്ല എന്ന് പറഞ്ഞപ്പോൾ. ഐ ഡോണ്ട് തിങ്ക് സോ. ഞാനത് ഓപ്പണായിട്ട് പറയുന്നു. അത് ഭയപ്പെടുത്താൻ പറയുന്നൊന്നുമല്ല. ഈ ആക്ഷൻസ് കാണുമ്പോൾ നമുക്കറിഞ്ഞു മോദിയും ബി ജെ പിയും ഞാൻ പറയട്ടെ, CAA എന്ന് പാസ്സാക്കിയതാണ്. അതിൻ്റെ ചട്ടങ്ങൾ എത്ര വർഷം കഴിഞ്ഞാൽ നടപ്പാക്കിയല്ലോ. ഞാൻ എന്തുകൊണ്ടായിരുന്നു ആ ഗ്യാപ്പ്? അതിപ്പോൾ ഒരുപാട് CAA ആക്ട് പാസ്സാക്കി, ചട്ടം പാസ്സാക്കാൻ 7 തവണ മറ്റേ സമയം നീട്ടിച്ചു വെച്ചിട്ട് ഒരു 3-3.5 വർഷം കഴിഞ്ഞാണ്. തിരിച്ചൊരു ചോദ്യമുണ്ട്, ബി ജെ പി സർക്കാർ അല്ലായിരുന്നെങ്കിൽ നടപ്പാക്കുമായിരുന്നോ? അല്ല, അതുകൊണ്ട് നടപ്പാക്കിയല്ലോ. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ നടപ്പാക്കിയല്ലോ. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കൊരു ക്രിട്ടിക്കൽ, ഞാൻ ഇൻ ഷോർട്ട് ഞാൻ പറയട്ടെ, യു ആർ ഇൻ ഓഫീസ് ബട്ട് യു ആർ നോട്ട് ഇൻ പവർ. ഐ ആം ടെല്ലിങ് ദിസ് ടു മോദി. അതായത് മോദിക്ക് കസേരയുണ്ട്, അധികാരമില്ല. ഇല്ല, അധികാരം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ അറിയില്ല, പവർ കൈകാര്യം ചെയ്യാൻ അറിയില്ല. ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല, എനിക്കങ്ങനെ വിശ്വസിക്കാൻ ഇഷ്ടമില്ല. ഫൈൻ, യു ആർ ഫ്രീ ടു ഡു ദാറ്റ്. ഞാൻ ഈ മുമ്പിലുള്ള ഈ ഡാറ്റ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ദ വേ CAA വാസ് ഹാൻഡിൽ, CAA ആക്ട് പാസ്സാക്കുന്നു, ചട്ടം പാസ്സാക്കുന്നില്ല. വഖഫ് അമെൻമെൻറ്റ് കൊണ്ടുവരുന്നു, അത് JPCക്ക് വിടുന്നു. JPC എത്ര JPCക്ക് വിട്ട് ആലോചിച്ചു. മോഫോസ് കേസ് അടക്കം JPCക്ക് വിട്ട ആൾക്കാരാണ് വന്നത്. ഒരു JPC റിപ്പോർട്ടേഴ്സിനിൽ കണ്ടിട്ടുണ്ടോ? ഒന്നാമത് വായിക്കാൻ പറ്റും, ഇത്ര മല പോലത്തെ കടലാസുകളുണ്ടാകും. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് അൺലെസ് യു ഹാവ് ദ വിൽ പവർ. ഇപ്പോൾ ഈ വിൽ പവർ ടെസ്റ്റ് ചെയ്യും. ഇതിനെ ഒരു മാസത്തിനകം JPCക്ക് റിപ്പോർട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു മാസത്തിനകം JPC റിപ്പോർട്ട് കൊടുക്കുമോ കണ്ടറിയണം. കാരണം JPCയുടെ പ്രൊസീജിയർ തീരില്ല ഒരു മാസം കൊണ്ട്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു ടി ജി, ഇത് പാസ്സായതിനു ശേഷം നമ്മൾ ഈ ഫ്ലോറിൽ ചർച്ച ചെയ്യും. ബെസ്റ്റ്. എനിക്ക് സന്തോഷമേ ഉള്ളൂ കൺസിഡർ ചെയ്യാൻ. ബിക്കോസ് ഐ ഓൾസോ ബിലോങ് ടു ദ ഗ്രൂപ്പ് ഹൂ ഹാവ് ലോട്ട് ഓഫ് എക്സ്പെക്ടേഷൻ ഓൺ മോദി. ഒരുപാട് എക്സ്പെക്ടേഷൻ. ഞാനിവിടുത്തെ ഓടി വരുന്ന പാവ ഹിന്ദുക്കളിൽ ഒരാളാണ്. യാഥാർത്ഥ്യങ്ങളുടെ പുറത്താണ് ഞാനിത് പറയുന്നത്. യാഥാർത്ഥ്യങ്ങളെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് നരേന്ദ്രമോദി ആണെങ്കിലും അമിത്ഷാ ആണെങ്കിലും. ഏതായാലും ഈ നാടിനെ ദൈവം രക്ഷിക്കട്ടെ. ദൈവമൊന്നും രക്ഷിക്കില്ല. ഈ നാടിനെ രക്ഷിക്കാൻ നമ്മൾ തന്നെ ഇറങ്ങണം. ദൈവത്തിന് എന്തിനാ ഈ നാട്? ഒന്നും സമ്മതിക്കില്ല. ഇല്ല, ഞാൻ യാഥാർത്ഥ്യബോധം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഏതെങ്കിലും നാട് ദൈവം രക്ഷിച്ചതായിട്ട് കേട്ടിട്ടുണ്ടാവില്ല. പുരാണങ്ങളിലൊക്കെ ഞാൻ എന്ത് പറഞ്ഞ് അവസാനിപ്പിക്കണമെന്ന് പറയൂ? ഒന്നും പറയണ്ട, നമുക്ക് ചർച്ച തുടരാം. ഇനി സമയമുണ്ടല്ലോ. ഒരു മാസം കഴിയുമ്പോൾ JPC റിപ്പോർട്ട് വന്നിട്ട് ലോക്സഭയിൽ ഈ അമെൻമെൻറ്റ് പാസ്സാകുകയാണെങ്കിൽ ഐ വിൽ ബി ദ ഹാപ്പിയസ്റ്റ് മാൻ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ധാരണ തെറ്റിക്കാൻ മോദിക്ക് സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവനാണ് ഞാൻ. സാധിക്കും. ഓക്കെ, ഫൈൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.